ഈ സിനിമയിലേക്ക് വന്നു, പഠിത്ത കാലത്തുണ്ടാവുന്ന ഒരു വിൻസി ഉണ്ടാവുമല്ലോ, അപ്പൊ അത് ഫിലിമിലേക്ക് വന്നപ്പോൾ വിൻസിക്ക് എന്തെങ്കിലും മാറ്റം, അതായത് വിൻസി എങ്ങനെ മാറ്റി സിനിമ? ഞാൻ പറയട്ടെ, ഈ ഒരു ആർക്കിടെക്ചറിന്റെ ഞാൻ എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, മണി, ഫെയിം, ബ്യൂട്ടി, ഈ സംഭവങ്ങളൊക്കെയാണ് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം നമുക്ക് ലാക്ക് എന്താണോ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഓരോന്നിൽ എത്തിപ്പെടുക. അപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പാർവതി ചേച്ചിയുടെ ടേക്ക് ഓഫ് ഒക്കെ വരുന്നത്. യൂഷ്വലി നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ബ്രേക്ക് ചെയ്യുന്ന പോലത്തെ ഉള്ള ആക്ടിങ്ങും വളരെ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളും അതെന്നെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിരുന്നു. അതേ സമയത്ത് തന്നെ പഠിക്കുന്ന സമയത്ത് നമ്മൾ വേറൊരു സൈഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽഡിംഗ് എന്ന് പറയുമ്പം കെട്ടിപ്പൊക്കുക എന്നുള്ളത് മറികടന്ന് അതിന് കുറച്ച് ഡീറ്റെയിലിങ്ങും അതിന്റെ മെറ്റീരിയലും അതിനെ പറ്റിയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് ഒരു ചുമ്മാ ഒന്ന് കെട്ടിപ്പൊക്കുക എന്നല്ല, അതിന് ഒരു ബ്രീത്തബിൾ എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഒരു ചില സ്പേസിലോട്ട് പോകുമ്പോൾ നമ്മള് ഇന്നായിട്ട് ഇരിക്കത്തില്ലേ, അങ്ങനെ സ്പേസസ് ഉണ്ടാക്കാം. അത് സ്പേസസ് ഉണ്ടാക്കുന്ന നമ്മുടെ കോൺസെപ്റ്റും ഇതൊക്കെയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ മാറി ചിന്തിച്ചപ്പോഴത്തേക്കിനും ഇത് തന്നെയാണ് ആക്ടിങ് എന്ന് പറയുന്ന ഒരു വേറൊരു സൈഡും. ഒരു ക്യാരക്ടർ ചുമ്മാ പെർഫോം ചെയ്യുന്നതായിരിക്കില്ല, അതിന് അതിന്റെ ഒരു ലൈവ്ലിനെസ്, അതുപോലെ നമ്മളുടെ കോസ്റ്റ്യൂമും നമ്മൾ എങ്ങനെ എത്രത്തോളം നാച്ചുറൽ ആയിട്ട് എങ്ങനെ കൊടുക്കാം, അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ തലയിൽ കയറി. അപ്പൊ ഭയങ്കര ഒരു കോറിലേഷൻ കിട്ടി എനിക്ക്.